ഹലോ, നമുക്ക് ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. കട്ടിങ്ങിൻ്റെ ഭാഗം ആദ്യം അടിക്കുക. നമുക്ക് കട്ടിയിൽ അവിടെ ക്യാൻവാസ് വെക്കുന്നതിന് പകരം നമുക്കവിടെ പാൻറ്റിൻ്റെ എന്തെങ്കിലും ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ക്ലോത്തിൻ്റെ പീസ് 2 ലെയറായിട്ട് എടുക്കുക. ഞാൻ അടിയിൽ പാൻറ്റിൻ്റെ കട്ട് പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കട്ടിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പീസ് മറിക്കുക. എന്നിട്ട് തുമ്പ് ഭാഗം ഒരു ഭാഗത്തേക്ക് ആക്കി വയ്ക്കുക. മേലെ പതിച്ചടിച്ച് കൊടുക്കുക. ഇനി ആ മേൽ സ്റ്റിച്ച് പതിച്ച് കൊടുക്കുന്നത് നമ്മൾ പുറത്തേക്ക് കാണാത്ത വിധമാണ് മറിച്ച് കൊടുക്കേണ്ടത്. പതിച്ചടിച്ച് കാണാൻ പാടില്ല. അത് ഉള്ളിലേക്ക് മറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. മൂന്ന് ലെയറും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഒത്ത സെൻറ്റർ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്ത ഭാഗം രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ടെക്ക് എങ്ങനെ ഇടുകയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാർഭാഗത്തെ ടെക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. തുടങ്ങുന്ന ഭാഗം ലേശം എടുക്കുക, നടുഭാഗം കുറച്ച് കൂട്ടി എടുക്കുക, പിന്നെ ലാസ്റ്റ് അതേപോലെ കുറച്ച് വരിക. കൈക്കുഴീൻ്റെ ആ ഭാഗം വരുമ്പോൾ എൻഡിൽ കൂട്ടിയെടുക്കുക, താഴത്തേക്ക് കുറച്ചെടുക്കുക. നമ്മൾ കട്ടിങ്ങിൻ്റെ ഭാഗത്തെ ടെക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ തന്നെ അടുത്ത ടെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒപ്പമല്ല തോന്നുന്ന ലേശം തുമ്പ് പുറത്തേക്കായി നിൽക്കുന്നത് മെല്ലെ കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗം കട്ടിങ് വെച്ച് യോജിപ്പിക്കുക. എങ്ങനെയാണ് നോക്കാം ഞാൻ എടുത്തത്. അതുപോലെ മറ്റതും ഒരേപോലെ വെച്ചിട്ട് താഴെയും മേലെയും വരാൻ പാടില്ല. കട്ടിങ്ങും ടെക്കും ഒരേ അളവിൽ നിൽക്കണം. ജോയിൻ്റ് ഒരേപോലെ നിൽക്കുക, ടെക്കും അതേപോലെ ഒരേപോലെ നിൽക്കുക.
കഴുത്ത് താഴെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുത്ത് ഭാഗത്തിൻ്റെ അവിടെ ലേശം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉക്ക് വരുന്ന ഭാഗമാണ് മേൽമാറ് 1.5 ഇഞ്ച് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഉള്ളിലേക്ക് 1/2 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. ഇനി നമുക്ക് കുളത്തിന് താഴത്തെ മാർഭാഗം തുമ്പ് മേൽഭാഗത്തേക്ക് ആക്കിയിട്ട് യോജിപ്പിക്കുക. ഇനി തുമ്പ് മേലേക്ക് ആക്കിയിട്ട് പതിച്ചടിച്ചു കൊടുക്കുക. ഇനി 3 വിരൽ മാർക്ക് ചെയ്യുക. നമുക്ക് കുളത്തിൻ്റെ ഉക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. രണ്ടിഞ്ചിലാണ് ഞാൻ ഉക്കടിക്കാനുള്ള മാറെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 മാർഭാഗവും ഒരേ അളവിലാണോ എന്ന് വെച്ച് നോക്കാം.